ഗൈസ് ഒരു കിടിലം വീഡിയോ ഇവിടെ നേരത്തെ കഴിഞ്ഞത്, ഒന്ന് പോയി കണ്ടിട്ട് വരൂ ഗൈസ്. കാണോ ലിങ്ക് ഇല്ല. ഗൈസ് ഈ മഴവെള്ളപ്പാച്ചിലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മീങ്ങൾ ഗൈസ് പിടിക്കാറിഞ്ഞൂടാത്ത രണ്ട് വ്യക്തികൾ ഇന്ന് കലക്കും. ഇന്ന് നമ്മൾ ഇതുവരെയും കിട്ടാത്തതിൽ കൂടുതലാണെന്ന് കിട്ടിയിരിക്കുന്നത്. ഫുള്ള് നമ്മൾ കാണിച്ചു തരുന്നതാണ്. ഈ രണ്ട് മീങ്ങളല്ലേ ഒരു ന്യൂ ഇൻസ്റ്റഗ്രാം ബ്ലോഗറാണ്. കാണിച്ചില്ല, ഇറങ്ങി താഴെ പോയി. വാ, ഒരു പുതിയ സൈസ് മീനെ കിട്ടിയിരിക്കുന്നു. താഴോട്ടിൽ നിന്ന് ഇതുവരെയും കാണാത്തൊരു സൈസ് മീനാണിത്. മറ്റേ നെത്തോലീര മോഡലും ചാളേര മോഡലും ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതെന്താണെന്ന് അറിയുന്നവർ കമന്റ് ചെയ്യും. മീൻ പിടിക്കുന്ന ചെറുപ്പക്കാരാണ്. കുഴപ്പമില്ല, രാശി തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷെ ആ തുടക്കത്തിന്റെ രാശി ഇതുവരെ വന്നില്ല. ഇതാണ് നമ്മുടെ വീട്ടിലെ തോട്. തിരിച്ചു പോകുമ്പോൾ വെള്ളമുണ്ട്. സ്റ്റെബിലിറ്റി പക്ഷെ ഒന്നാമത് ഇല്ലെന്ന് പറയുന്നു. പണ്ട് ഈ തോട് കുഴിച്ച് ആക്കിയ ചില വ്യക്തികളുടെ സ്ഥലങ്ങളിലാണ് നമ്മൾ കിട്ടും. നീ താഴോട്ട് അങ്ങനെ വിട്ടത് കറങ്ങി നീങ്ങി വരണം. പിച്ചുണ്ടതി കാലെന്തര കറങ്ങ ചാകര ഉണ്ട്. ഇവിടെ എന്തോ ശരിയാണെന്ന് പറയുന്നു. അത് അദ്ദേഹത്തിന് മീൻ പിടിക്കുന്നതിന്റെ ശാസ്ത്രം ആരാധകർക്ക് വേണ്ടി. അപ്പൊ അടിതാത്ത് പിച്ചുണ്ടതി ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അരാപ്പ നമുക്ക് മോളിൽ കൂടെ വലിയൊരു മീൻ കിട്ടിയിരിക്കുകയാണ്. ഏറെ നാളത്തെ കാണിച്ചു തരുന്നതാണ്. സഹോദരി സഹോദരന്മാര്, ഏറെ നാളത്തെ കഷ്ടപ്പാടിന് ശേഷം ഒരു മീനെ കിട്ടിയിരിക്കുകയാണ്. വീഡിയോ ഓണാക്കിയപ്പോ ഇത്ര കിട്ടാതിരുന്നതാണ്. നിന്റെ കയ്യിൽ നിന്ന് പോവരുത്. നല്ലവരെ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങേരെ ഇത് നോക്കിക്കൊണ്ടിരുന്നു. ചാടണമെങ്കിൽ ഇപ്രാവശ്യം കിട്ടൂല, എനിക്കറിയാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് വലിയ മീനുകൾ കിട്ടുന്നത്. ക്യാമറയിലോട്ടൊക്കെ മീനുകളൊന്നും വേണ്ട, എപ്പോഴും വലുത് മാത്രം മതി. ഓ അടിതാത്ത താഴെ നോക്കിക്കോണേ, കറങ്ങി കയറിയത്. ഇങ്ങോട്ട് അടിച്ചു പോയടാ. ഒരു വലിയ മീനുകളെ പൊരിക്കാൻ കൊണ്ടുവന്നില്ല. അപ്പൊ ഒരു അടിയ സൗണ്ട് ഉണ്ട്. ചുമ്മാതിരിക്കുമ്പോൾ കിട്ടുന്ന മീനുകൾ തറയിലോട്ട്. അയ്യോ, കടലിന്ന് മീൻ കൊണ്ട് വരണ കണക്കല്ലേ. കൊണ്ടത് കാണിച്ച വെള്ളത്തിലാണെങ്കിൽ പോയ ഒരു വലിയ അണ്ടാവ് കവറും കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. AVTയുടെ അതേ സ്പോട്ടിൽ അടിതാത്ത് എല്ലാം ഇറങ്ങിയങ്ങ് പോയി. ചാകര അങ്ങനെ ബ്രേക്ക്. ചെറിയൊരു മീനാണ്. ചെറിയ മീൻ ഇവിടെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 5 കിലോ അരി കൊള്ളുന്നൊരു കവർ. കല്ലുണ്ടെങ്കിൽ പെട്ടെന്ന് മണ്ടയ്ക്ക് തിന്നുന്ന എടുത്താൽ ഞാൻ വല
അപ്പൊ ഞാൻ കൈമാറിയിരിക്കുകയാണ്. കിട്ടിയില്ലല്ലേ? ആമീനെ കൊണ്ടുപോവാ. കിട്ടിയാ? കിട്ടിയാ? എന്റെ ആദ്യ സംരംഭത്തിൽ അയ്യോ വീഡിയോ ഭയങ്കര അനക്കോടെ. എന്താടെ? ഇപ്പൊ ആള് കൂടി കണക്കല്ലേ? കഴിഞ്ഞ വീഡിയോനേക്കാളും ആള് കൂടി കണക്ക്. തോനെ ആളുണ്ട് ഇപ്പം. കുറുക്കേ പ്രൊഫഷണലോ? കേറ്. ചാടി കയറണം മീന്. പിടിച്ചിടും. അതാണ് മോളിന്ന് എടുത്തത്. ഈ സഞ്ചി നിറയ്ക്കണം, അതാണ് ലക്ഷ്യം. കിട്ടിയില്ലേ? ഉള്ള വലിയ മീങ്ങളെ മൊത്തം വിടണ്ടേ. ക്യാമറ 2. ഹായ്, ഹലോ ക്യാമറ 2. സൂം ചെയ്. സൂം. സൂപ്പർ. പോവാം. കിട്ടിയാ? ഇല്ലല്ല. കൺഗ്രാജുലേഷൻ. കിട്ടിയില്ലല്ലോ. കൺഗ്രാജുലേഷൻ. നിങ്ങൾ പെട്ടെന്ന് ഓളം അടിക്കാൻ നമുക്ക് വിചാരിക്കും മീനാണ്. വീണ്ടും എവിടെ? കുറെ സമയത്തിന് ശേഷം ഒരു വെറൈറ്റി മീനല്ലേ? ഇവിടെ നമ്മൾ കാണാത്ത മീന്. ക്യാമറ കൂടെ കാണാൻ നോക്കിക്കോ. കേറി പോണ രണ്ടിനെ പിടിച്ചിടാം. പൊരിക്കാതെ നമുക്ക്. ഷൈജണ്ണ അത് ഈ ഗൂഗിളിൽ പറ്റും. എപ്പോഴും മീൻ ഈ മഴ എപ്പോഴും നമ്മൾ ഇറങ്ങുന്നത് വേറെ സൈസ്. മഴ എപ്പോഴും നമ്മൾ ഇറങ്ങുള്ളൂ. ഇതൊക്കെ വേറെ ഇങ്ങോട്ടും വേറെ മീനുകള്. ഇതോടെ മുകളിലോട്ട് എൻ്റെ ഇടയിലോട്ട് കയറ്റി കിട്ടും ചിലപ്പോ. പറ്റില്ല. നിർവാങ്കടവിൽ ഒരു പോത്ത് ഇടിക്കാമെന്ന് ഓർമ്മയുണ്ടോ? അതേ കണക്ക് ആയിരിക്കും അത്. ഓടാൻ പോലും പറ്റില്ല വെള്ളത്തിൽ കൂടെ. പെട്ടെന്നല്ലേ കിട്ടിയാണോ? സന്തോഷിക്ക്. കളയല്ലേ കൊമ്പൻ ചെല്ലി. ഇങ്ങനെ എന്നെ പറയണ മറ്റേ കൊമ്പുള്ള മീനെന്ന്. കൊള്ളാം. കുപ്പി കരക്കറം വാ. കണ്ട അത് കിടന്ന് ചാടം നോക്ക്. ഇവിടെ 2 കയറിട്ട് കെട്ടിയിരിക്കാണ്. വാ, 2 കയറിൽ കെട്ടിയിരിക്കാണ്. ശിഷ്യന്മാര് പറഞ്ഞ കേക്ക്. ആ കെട്ട് മാറ്റാനാണ്. അത് നോക്കണം. തല എങ്ങനെ ആട്ടി. കുട്ടേട്ടാ രക്ഷിക്ക്. കേറ്. ക്യാമറമാൻമാരെല്ലാം കയറി. ഇപ്പോ പോത്ത് കാരണം നമ്മൾ ഫിഷിംഗ് അടുത്ത ഹാർബറിലേക്ക് മാറ്റിയിരിക്കുന്നു.
രണ്ട് കയറാതിനെ കൊണ്ടാണ്. അത് ബഹളം കേട്ടിട്ടാണ് ആ തിരിയണം. ആ ഒന്നാമത് അത് ഒരു നൂലിലാണ് കിട്ടിയിരിക്കുന്നത്. പോത്തിനെ പോയി വീഡിയോ എടുക്കണോ? പോത്തിനെ പോയി വീഡിയോ എടുക്കുന്നു. ക്യാമറമാൻ സുധീഷിനോടൊപ്പം പോത്ത്. ഓ മണിക്കൂറിന് മീൻ കൂടുമേ. ചെറിയ ചെറിയ മീനുകൾ. 50 രൂപയ്ക്ക് മീൻ തേടി നടക്കുന്ന ആളാണ്. വീഡിയോ എടുത്ത് തന്നാല് 50 രൂപയ്ക്ക് മീൻ തരണം. ഇപ്പൊ 100 രൂപയ്ക്ക് ആവോ? 100 രൂപയ്ക്ക് ആവത്. വീഡിയോ എടുക്കാൻ കൂടിപ്പോയി. ഈ കൊച്ചു മീനുകളൊക്കെ ഇങ്ങനെ കൊടുക്കാം, വലുത് നമുക്ക് എടുക്കാം. പിന്നെ പിളിഞ്ഞ ഒരു ചനന്റെ വെച്ച് കൊച്ചു കൊച്ചു മീനുകളുണ്ടല്ലോ, അതാ വാരി തരാം. ഉണ്ടായ കായം അച്ഛൻ്റെ കായം സാമ്പാറിൽ ചേർക്കുന്നതാണ്. യെസ് ഇംഗ്ലീഷ് പഠിച്ചു. അല്ല ഞാൻ കയറാം. നമ്മൾ സൊല്ലാം. വീണ്ടും ആള് മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ആള് മാറിയിരിക്കുകയാണ്. എൻ്റെ കാലിന് ചെറിയ പരിക്കുകളുണ്ട്. അതെനിക്കും ഉണ്ട്. അരിയല്ല, പച്ചരി, പുഴുക്കരി, റേഷനരി കറക്ക് മറ്റേ വൃത്താകൃതിയില്ലേ. കേറിയടാ. ഹരിക്കണമെന്ന ആഗ്രഹത്തോടെ ഓരോരുത്തർ കയറുമ്പോൾ നമ്മൾ മാർക്ക് കൊടുക്കണം. വിടടേ ഗേസ്. അങ്ങനെ മീൻപിടുത്തൽ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത വീഡിയോയിൽ കാണാം ഗേസ്. ബൈ.